ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിൽ കോയിൻസ് വേൾഡ് 2.0 സ്വാഗതം. ഞാൻ മൈ ന്യൂ കോയിൻസ് എന്ന വീഡിയോയുടെ പാർട്ട് 3 ആണ് ഇന്നിടാൻ പോകുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇടുമെന്ന് പറഞ്ഞത്. എനിക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എനിക്ക് ഇപ്പോൾ കോയിൻസൊക്കെ കിട്ടുന്ന കുറവാണ്, അതുകൊണ്ടും കൂടിയാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്. ഇനി കോയിൻസ് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടും. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ബ്ലോഗുകളൊക്കെ ഇട്ട് തുടങ്ങാം. കോയിൻസ് കിട്ടുമ്പോഴൊക്കെ കോയിൻസിൻ്റെ വീഡിയോ ഇടും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കൂടെ വേണം. ഈ കോയിൻ നിങ്ങൾ മിക്കവാറും എല്ലാവരും എൻ്റെ ചാനൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കോയിൻ കണ്ടിരിക്കും. ഇത് ട്രാവൻകൂറിൻ്റെ കോയിനാണ്. ഈ കോയിനെ കുറിച്ച് മാത്രം ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനൽ നോക്കിയാൽ കാണാം. ഈ കോയിനെ കുറിച്ച് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കോയിനാണ്. ഒരു ചക്രം. ട്രാവൻകൂറിൻ്റെ ഈ കോയിൻ നല്ല കണ്ടീഷനിലുള്ള കോയിനാണെങ്കിൽ ട്രാവൻകൂറിൻ്റെ ഈ ഒരു കോയിൻ്റെ വാല്യൂ ഒരു ചക്രമെന്ന് എഴുതിയിരിക്കണം. പിന്നെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഫോട്ടോയും കൊടുത്തിരിക്കും. അതുള്ള ഒരു നല്ല കണ്ടീഷനിലുള്ള കോയിൻ്റെ വാല്യൂ 2500 രൂപ മുതൽ 3500 രൂപ വരെയാണ് അതിൻ്റെ വാല്യൂ. ഈ അടുത്ത കാലത്ത് വരെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിരുന്ന കോയിനാണ് 1 റുപ്പിയുടെ ഈ കോയിൻ. 1977 കോയിൻ കൊടുത്താൽ 25,000, 50,000, 1 lakh, 2 lakh, ഞാൻ കണ്ടതിൽ 50 lakh വരെ കിട്ടുന്ന 1977 കോയിൻ കൊടുത്താൽ കിട്ടുമെന്നാണ് കുറച്ച് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന വീഡിയോകളിൽ കാണിച്ചിരുന്നത്. മിക്കവാറും വീഡിയോസൊക്കെ ഫേക്കാണ്. ഈ കോയിൻ വാല്യൂ ആവാൻ കാരണം ഇപ്പോഴത്തെ കോയിനല്ല, ഇത് 1985 കോയിനാണ്. ഇപ്പോഴത്തെ കോയിൻ്റെ അതേ ഇത്. പക്ഷേ ഇപ്പോഴത്തെ കോയിനും 1970s തൊട്ടുള്ള 70s തൊട്ട് 1978 വരെ ഈ കോയിൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ കോയിൻ കുറച്ചും കൂടെ വലുതാണ്. അതുകൊണ്ടായിരിക്കും ഈ കോയിന് ഇത്ര റെയറായിട്ട് പറയുന്നത് എല്ലാവരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ കോയിന് കൂടിപ്പോയാൽ എത്ര വരും? ഒരു 100 രൂപ വരും ഈ ഒരു കോയിൻ്റെ വാല്യൂ. എൻ്റെ അഭിപ്രായത്തിലാണ്. അത്രയും കിട്ടണമെന്നില്ല. ഈ കോയിൻ നിങ്ങളാരും കൂടുതലായിട്ട് കാണാൻ സാധ്യതയില്ലാത്ത കോയിനാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ സിമ്പൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് രാജ്യമാണെന്ന്. ഞാനിതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ കോയിൻ ഏത് രാജ്യത്തിൻ്റെയാണെന്ന് അറിയാമോ എന്ന് നോക്കാൻ. ഇത് ചൈനയുടെ കോയിൻ എന്നാണ് ഒരാൾ ഇട്ടത്. ഇത് ചൈനയുടെ കോയിൻ അല്ല. 1991 കൊളാപ്സായ സോവിയറ്റ് യൂണിയൻ്റെ കോയിനാണ്. 1986 കോയിൻ. ഇതാണ് എൻ്റെ അടുത്ത് ഏറ്റവും റെയർ ആയിട്ടുള്ള കോയിൻ. എനിക്ക് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ ഇഷ്ടം സോവിയറ്റ് യൂണിയനും നാസി ജർമ്മനി 1945 വരെ ജർമ്മനി ഭരിച്ചുകൊണ്ടിരുന്ന നാസി ജർമ്മനിയുടെ കോയിനുകളാണ് എനിക്ക് കളക്ട് ചെയ്യാൻ കൂടുതലായിട്ട് ഇഷ്ടം. ഇനി മുതൽ ഞാൻ ബ്ലോഗുകളായിരിക്കും ഇടുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ.